നമസ്കാരം. ഡൽഹിയിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിലുണ്ടായ തീപിടുത്തം, ഇന്നൊരു കെട്ടിടം തകർന്നു വീണു. ഡൽഹിക്ക് ആകപ്പാടെ ഒരു ദോഷകാലമാണ് നടപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇടയിൽ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ അത്രയൊന്നും പ്രചാരം നൽകാത്തൊരു വാർത്ത കൂടി ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അതൊരു മതപരിവർത്തന മാഫിയയെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയാണ്. മതപരിവർത്തന മാഫിയ എന്ന് ഞാൻ പറയുമ്പോൾ ഒരു ദാവൂദ് ഇബ്രാഹിമിനെ പോലൊരു മാഫിയ സംഘമാണെന്നുള്ള ഉദ്ദേശത്തിലല്ല പറയുന്നത്. പാൽപ്പൊടിയും ഗോതമ്പും ഒക്കെ കൊടുത്ത് പാവങ്ങളെ മതം മാറ്റുവാനുള്ള ക്രിസ്ത്യൻ മിഷണറിമാരെ കുറിച്ചാണ് പറയുന്നത്. അത്തരത്തിലൊരു സംഘത്തിൻ്റെ പ്രവർത്തനത്തെ എതിർത്തുകൊണ്ട് ഇപ്പോൾ ഡൽഹി നിവാസികൾ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. സംഭവം സിയോൺ ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ എന്നൊരു സംഘടന, സിയോൺ ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ, സിയോൺ എന്നും സയൺ എന്നും പറയും അതിനെ. നമ്മുടെ ഭാരതീയ ഉച്ചാരണ പ്രകാരം സിയോൺ എന്നാണ് പറയുന്നത്, സയൺ എന്നാണ് പൊതുവെ പാശ്ചാത്യർ അതിനെ പറയുന്നത്. ഈ സിയോൺ ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ എന്ന ഒരു സംഘടന ഡൽഹിയിലാകമാനം, പ്രത്യേകിച്ച് ഡൽഹിയിൽ വെസ്റ്റ് പട്ടേൽ നഗർ ഒരു പാവങ്ങൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അതിൽ തന്നെ പാവങ്ങളിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളാണ്. ഇത്തരത്തിലുള്ള പ്രദേശത്ത് ഒരു വർക്ക്ഷോപ്പ് പോലുള്ള കാര്യങ്ങൾ നടത്തി ഒരു ആൾക്കാർക്ക് ഒരു നൈപുണ്യ വികസനം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് നൽകാം തുടങ്ങിയ പല വാഗ്ദാനങ്ങളും നൽകി ഞങ്ങൾ സാമൂഹ്യ സേവയ്ക്കായിട്ട് വന്നവരാണ്, ഭക്ഷണമില്ലാത്തവർക്ക്, ഭക്ഷണത്തിന് വഴിയില്ലാത്തവർക്ക് ഭക്ഷണം നൽകാം തുടങ്ങിയ പല പ്രചാരണങ്ങളുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നുള്ള ഭാവേന അവിടെ പ്രവർത്തിച്ചു തുടങ്ങുകയും ഒടുവിൽ കൃത്യമായിട്ട് ആളുകളുടെ ഇടയിൽ ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു തുടങ്ങി. ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് യൂത്ത് സ്റ്റാൻഡ്സ് ഫോർ സൊസൈറ്റി YSS എന്നൊരു സംഘടനയും സേവാന്യായ ഉത്ഥാൻ ഫൗണ്ടേഷൻ, സ്വാതി ഗോയൽ ശർമ്മ എന്നുള്ളൊരു സാമൂഹ്യ പ്രവർത്തകയുടെ ഒരു നേതൃത്വത്തിലുള്ളൊരു ഫൗണ്ടേഷനാണ്. ഇവ രണ്ടും ഈ സംഭവത്തെ കയ്യിലെടുക്കുകയും അതിനെതിരെ പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുകയും ചെയ്തു. എന്തിനാണ് ഈ ലഘുലേഖകൾ വിതരണം ചെയ്തതിന് പ്രതിഷേധം ഉയർത്തുന്നതെന്ന് പ്രേക്ഷകർക്ക് സംശയം തോന്നാം. ലഘുലേഖകൾ പറഞ്ഞിരുന്നത് കാര്യം വളരെ നിസ്സാരമായൊരു കാര്യമായിരുന്നു. അതായത് അടിസ്ഥാനപരമായിട്ട് ഞാനാണ് ആ ലഘുലേഖ സ്വീകരിക്കുന്നതെങ്കിൽ എന്നോട് ആവശ്യപ്പെടുന്നത് ഹിന്ദുവായി ജനിച്ചത് കൊണ്ട് ഞാനൊരു പാപിയാണെന്ന് ഞാൻ സമ്മതിച്ച് കർത്താവിൻ്റെ മാർഗത്തിലേക്ക് വന്ന് ഞാൻ പാപത്തിൽ നിന്ന് മുക്തി നേടുക എന്നുള്ള വളരെ ന്യായമായിട്ടുള്ള ലളിതമായൊരു ആവശ്യമായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കപ്പെട്ടത്. ഈ ഒരു ആവശ്യത്തിനെതിരെ പ്രതിഷേധ സ്വരം ഉയർത്തുന്നതിനെയാണ് ഇവിടുത്തെ നമ്മുടെ മാർക്ക് ലിഞ്ഞോയൊക്കെ പറയുന്നത് ഞങ്ങളെ മനസ്സമാധാനപരമായിട്ട് മതം പ്രചരിപ്പിക്കുവാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത്. പലപ്പോഴും പാൽപ്പൊടി നൽകി, ഗോതമ്പ് പൊടി നൽകി മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളൊരു ആരോപണം ഇവരുടെ മേൽ ഉന്നയിക്കുമ്പോൾ, എതിർകക്ഷികൾ ഉന്നയിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ ഉന്നയിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങളെ പരിഹസിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവർ പുതിയൊരു ന്യായവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പാൽപ്പൊടിയും ഗോതമ്പും വാങ്ങി മതപരിവർത്തനം നടത്തുന്ന ആളുകളാണോ ഹിന്ദുക്കൾ? പലരും അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ പുറത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രചരണവുമായി നടക്കുന്ന പലരും തന്നെ അത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിച്ച് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി മതപരിവർത്തനം നടത്തിയവരാണ്. ആ നേട്ടങ്ങൾ കൂടുതൽ നേട്ടങ്ങളാക്കി ഉയർത്തിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ മതപരിവർത്തനവുമായിട്ട് ഈ ഇത്തരത്തിലുള്ള ഈ ക്ലിഞ്ഞോമാരുടെ കാര്യമല്ല. അവരെല്ലാം ഇപ്പോൾ ഈ പറയുന്ന പോലെ അന്യൻ വിയർക്കുന്ന കാശിന് അപ്പവും നിന്ന് വീഞ്ഞും കുടിച്ച് ബെൻസയിലും ഗോണ്ടാസായാലും നടക്കുന്ന ആളുകളായി മാറിയിട്ടുണ്ട് നമ്മുടെ ആനക്കാട്ടിൽ ഈപ്പച്ചൻ്റെ, ലേലത്തിലെ ആനക്കാട്ടിൽ ഈപ്പച്ചൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ. പക്ഷേ താഴേക്കിടയിലുള്ളവർ പലരുമുണ്ട്. ഈ അവൻ വരുന്നു, ദാ വന്നു കഴിഞ്ഞു, സുഗതവോ എന്ന് വിളിച്ച് വഴിയിൽ നിന്ന് മതപ്രചാരണം നടത്തുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, പാസ്റ്റർമാരെന്നൊക്കെ പറയുന്നത്. അത്തരത്തിലുള്ള ആളുകളുടെ ഒരു പ്രവർത്തന രീതി അല്ലെങ്കിൽ പ്രവർത്തനോദ്ദേശം കർത്താവിനെ കൊണ്ടുവരിക എന്നുള്ളതല്ല. യേശുവിലാണൻ വിശ്വാസം, കീശയിലാണൻ ആശ്വാസം, അത്രേ ഉള്ളൂ. വളരെ ലളിതമാണ് അവരുടെ തത്വശാസ്ത്രം. ഈ തത്വശാസ്ത്രത്തിൽ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ ഇപ്പോൾ ഡൽഹി നിവാസികൾ തന്നെ മുന്നിട്ടിറങ്ങി എതിർത്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്തോഷകരമായ കാര്യം. ഈ ജൂൺ 4-ാം തീയതി അവരുടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതിനെതിരെ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ആ വർക്ക്ഷോപ്പ് പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ ഈ സിയോൺ വർഷിപ്പ് സെൻറ്റർ എന്ന ആ ഒരു സംഘടനയുടെ പ്രവർത്തനം വെസ്റ്റ് പട്ടേൽ നഗറിൽ ഏതാണ്ട് പൂർണ്ണമായും നിലച്ചൊരവസ്ഥയിലാണ്. ഇതിനെയാണ് ഇപ്പോൾ 2-3 ദിവസം കഴിയുമ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രവർത്തകർക്കെതിരെ പോലീസിൽ പരാതി നൽകപ്പെടുകയും ഡൽഹി പോലീസ് ഈ ഏതെങ്കിലും ഒരു പാസ്റ്ററെയോ മറ്റോ അറസ്റ്റ് ചെയ്താൽ ഒരു കാര്യം ഏതാണ്ട് ഉറപ്പാണ്, 99% അക്കൂട്ടത്തിൽ ഒരു മലയാളി പാസ്റ്റർ കാണും.
ആ പാസ്റ്ററേയും കുടുംബത്തെയും അറസ്റ്റ് ചെയ്തു, പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നേരെ അതിന് വി മുരളീധരൻ സമാധാനം പറയണം, ഗോപകുമാർജി സമാധാനം പറയണം, രാജീവ് ചന്ദ്രശേഖർ സമാധാനം പറഞ്ഞേ പറ്റുള്ളൂ, സുരേഷ് ഗോപി മാപ്പെഴുതി നൽകിയിട്ട് വേണം സമാധാനം പറയാൻ എന്ന് പറഞ്ഞ് ക്ലിഞ്ഞോ പ്ലിഞ്ഞോമാർ തെരുവിലിറങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം, BJP ആ ഭാഗത്തേക്ക്, കേരള BJP ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യരുത്. ഇത് ഡൽഹി നിവാസികൾ കൈകാര്യം ചെയ്യുന്നൊരു കാര്യമാണ്. BJPക്ക് ഇതിൽ നേരിട്ട് യാതൊരു ബന്ധവുമില്ല. പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് മാത്രം വിടുക എന്ന ഭാവത്തിൽ, കേൾക്കാത്ത ഭാഗത്തിൽ നടന്നു പോവുക. ഈ ഛത്തീസ്ഗഡിലുണ്ടായൊരു പ്രശ്നത്തിൽ അനാവശ്യമായൊരു തിടുക്കം BJP കാട്ടി എന്നുള്ളൊരു അഭിപ്രായം വ്യക്തിപരമായി എനിക്കുണ്ട്. തിരഞ്ഞെടുപ്പിന് മുൻപ് അത്തരത്തിലുള്ള യാതൊരു ആനുകൂല്യവും ഇവർ അർഹിക്കുന്നില്ല. അതിൻ്റെ കാരണമായി, അത്തരത്തിൽ ഞാൻ ചിന്തിക്കുന്നതിൻ്റെ കാരണമായി ഒരേ ഒരു വാദം മാത്രം ഞാൻ മുന്നോട്ട് വയ്ക്കുന്നു. ഈ പാവങ്ങളുടെ വെസ്റ്റ് പട്ടേൽ നഗറിലെല്ലാം ഇവർ ഈ മതപ്രചരണവും ഈ ലഘുലേഖ വിതരണവുമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ടല്ലോ. കേരളത്തിലും പലയിടങ്ങളിലും നിങ്ങളിവരെ കണ്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലേക്കോ അല്ലെങ്കിൽ കോഴിക്കോട് മുസ്ലിം സമുദായം തിങ്ങിപ്പാർക്കുന്നൊരു പ്രദേശത്തേക്കോ കാസർഗോഡേക്കോ അല്ലെങ്കിൽ എന്തിന് അത്രയൊന്നും പോകണ്ട, ഒരു മധ്യ തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ് എന്ന് അവകാശപ്പെടുന്ന ഈരാറ്റുപേട്ടയിലോ ഇത്തരത്തിലുള്ള പരിവർത്തന പ്രവർത്തകരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണുവാൻ സാധ്യത കുറവാണ്, അല്ലേ? സത്യമല്ലേ പറയുന്നത്? ഈ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ആ സമുദായത്തിൻ്റെ ഇടയിലേക്ക് ഇവർ പോകാത്തത് എന്തുകൊണ്ടാണ്? കൃത്യമായിട്ട് അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ. കയ്യും കാലുമൊന്നുമില്ലാതെ അവരെ കാണാൻ വളരെ വൃത്തികേടായിരിക്കും. അല്ലെങ്കിൽ ഇതിനാണല്ലോ, കീശയിലാണെന്ന ആശ്വാസത്തിന് വേണ്ടിയിട്ടാണല്ലോ ജീവിതം. തംതൃപ്തി. ആ തംതൃപ്തി വലം കൈയില്ലെങ്കിൽ വലിയ പാടായിരിക്കുമെന്നുള്ള തിരിച്ചറിവ് അവർക്കുള്ളത് കൊണ്ടാണ്. കാരണം പ്രത്യേകിച്ച് സ്വർഗരാജ്യം വരയണമേ എന്ന് പറയുമെങ്കിലും പെട്ടെന്ന് സ്വർഗരാജ്യത്ത് എത്തുവാനായിട്ട് ഇവർക്ക് താല്പര്യമില്ല എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിലേക്ക് ഈ പണിയുമായിട്ട് അവർ പോകാത്തത്. ഹൈന്ദവ സമൂഹം എന്നുള്ളത് അവരുടെ വിശ്വാസങ്ങളെ അപഹസിക്കുന്നവരെ പോലും സഹിഷ്ണുതയോടെ കൈകാര്യം ചെയ്യുന്നൊരു സമൂഹമാണ്. ആ സഹിഷ്ണുതയെ മുതലെടുത്ത് മാത്രം തഴച്ചു വളരുന്ന ഒരു പരാന്ന ജീവികളാണ്, പരാതങ്ങളാണ് ഇത്തരത്തിലുള്ള മതപരിവർത്തന ലോബികൾ എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ഇത്തരത്തിലുള്ള ആളുകളെ, അതായത് ഒരു പ്രത്യേക സമുദായത്തിനിടയിൽ പോകാൻ ഭയപ്പെടുകയും സഹിഷ്ണുതയോടെ ഇവരെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഇവരെ സഹിക്കുകയോ ചെയ്യുന്ന ഒരു സമുദായത്തെ കഴിയാവുന്നത്ര രീതിയിൽ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന ഈ വ്യക്തികൾ യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും അർഹിക്കുന്നില്ല, യാതൊരു വിധത്തിലുള്ള പരിഗണനയും അർഹിക്കുന്നില്ല. അവരെ നിയമം കൈകാര്യം ചെയ്യേണ്ടതുപോലെ തന്നെ കൈകാര്യം ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഈ പരിദേവനങ്ങളെല്ലാം, ഈ ക്ലിഞ്ഞോ വിളിഞ്ഞോയൊക്കെ തെരുവിൽ കിടന്ന് പൊട്ടിത്തെറിച്ചാൽ അത് കേട്ടില്ല എന്നുള്ള ഭാവത്തിൽ കടന്നു പോവുക എന്നുള്ളത് മാത്രമാണ് കേരള BJP ഘടകത്തോടുള്ള എൻ്റെ ഇക്കാര്യത്തിലുള്ളൊരു അപേക്ഷ. കാരണം ഒരാഴ്ചയ്ക്കുള്ളിൽ മിക്കവാറും ഈ സയോൺ ഗ്ലോബൽ വർക്ക്ഷിപ്പ് സെൻറ്ററിൻ്റെ കാര്യത്തിൽ ഉള്ള വാർത്തകൾ കേരള മാപ്രകൾ കൊട്ടിഘോഷിച്ച് പുറത്തു കൊണ്ടുവരും. പാസ്റ്റർ പ്രശാന്ത് മേനോൻ അറസ്റ്റിലായി കുടുംബസമേതം ഡൽഹിയിൽ എന്നുള്ള രീതിയിൽ. ഈ പ്രശാന്ത് പഴയ പേര് കളയില്ല, കാരണം അതിൻ്റെ കൂടെ ഒരു മേനോനും കൂടി ചേർക്കും. ഒരു ആഢ്യനായിട്ടുള്ള മേനോനാണ് എന്നുള്ള, ഈ ആഢ്യത്വം ഉണ്ടെന്ന മേനോന്മാർ സാധാരണ പറയില്ല. വടശ്ശേരി ദാമോദരൻ മേനോൻ, മകൻ സതീശൻ എന്നുള്ളത് അച്ഛൻ്റെ പേരായതുകൊണ്ടാണ് VD സതീശൻ പറഞ്ഞതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. പക്ഷേ മറുപക്ഷത്ത് ഈ മേനോനെ ഇഷ്ടമല്ലാത്തവർ, സ്വതവേ ഇഷ്ടമല്ലാത്തവർ പറയുന്നത് അത് ആഢ്യത്വത്തിന് വേണ്ടിയിട്ട് പറഞ്ഞതാണെന്നാണ്. അവർ തന്നെ ഇത്തരത്തിലുള്ള മതപരിവർത്തനം നടത്താൻ പോകുമ്പോൾ പ്രശാന്ത് മേനോൻ, സുരേഷ് നായർ, അല്ലെങ്കിൽ പറ്റുമെങ്കിൽ സുരേഷ് ഗോപി എന്നുമൊക്കെ ഇട്ടായിരിക്കും പോകുന്നത്. പാസ്റ്റർ സുരേഷ് ഗോപി, കേൾക്കാനൊരു വെയിറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ. പാവം സുരേഷ് ഗോപി, അദ്ദേഹം എന്നോട് ക്ഷമിക്കട്ടെ. ഇത്തരത്തിലുള്ള ഇതിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ കേരള BJP ഘടകം ദയവ് ചെയ്ത് അതിനെ അവഗണിച്ചങ്ങ് വിടുക. ഈ ചെവിയിൽ കൂടി കേട്ട് ഇതിലൂടെ കളയണമെന്ന് പോലുമല്ല, ഈ ചെവിയിൽ കൂടെ പോലും കേൾക്കരുത്. പഞ്ഞി വെച്ച് അടച്ചു മുന്നോട്ട് നടന്നു പോവുക കേൾക്കാത്ത ഭാവത്തിൽ. അഥവാ മുൻപിൽ വന്ന് പറയുകയാണെങ്കിൽ, ആണോ കഷ്ടമായിപ്പോയി, ഞാൻ അറിഞ്ഞില്ല, ഒന്ന് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ചിട്ടൊന്നും അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഒഴിവാക്കി വിട്ടേക്കുക. അത്രയും പരിഗണനയെ ഇവർ അർഹിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. ഇക്കാര്യത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഞങ്ങളുമായി പങ്കുവയ്ക്കുക തീർച്ചയായും കമൻറ്റുകളിലൂടെ. കാരണം ഈ ഒരു മതപരിവർത്തന ലോബികളുടെ ഒരു പ്രവർത്തന രീതികൾ പലപ്പോഴും നമ്മുടെ സമൂഹത്തിനിടയിൽ പ്രേക്ഷകരിൽ പലരും അല്ലെങ്കിൽ ഒട്ടുമിക്ക പേരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ കണ്ടു കടന്നു പോയിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഈരാറ്റുപേട്ട പോലുള്ള സ്ഥലങ്ങളിലോ മലപ്പുറത്തോ കോഴിക്കോടോ കാസർഗോഡോ ഒക്കെ ഈ മുസ്ലിം സമുദായം
താമസിക്കുന്ന ഒരു പ്രദേശത്ത്, തിങ്ങി നിറഞ്ഞൊരു പ്രദേശത്ത്, അല്ലെങ്കിൽ അവർക്ക് ഭൂരിപക്ഷമുള്ളൊരു പ്രദേശത്ത് ഈ പാസ്റ്റർമാർ കർത്താവിൻ്റെ വഴി, കുരിശിൻ്റെ വഴിയുമായി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടെങ്കിൽ അതും പങ്കുവയ്ക്കുക, കണ്ടിട്ടില്ലെങ്കിൽ അതും പങ്കുവയ്ക്കുക കമൻറ്റുകളിലൂടെ. എന്തായാലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.